റസൂലുള്ളാഹി തങ്ങൾ ആ കിണറ്റിന്റെ വക്കിലിരിക്കുകയാണ്. അപ്പൊ ചെറിയ കിണറാണ്, ആഴം കുറവാണ്, അതിൽ വെള്ളവുമുണ്ട്. മദീനയിലെന്ന് വെള്ളം കൂടുതലുണ്ട്. ഇന്നത്തെ പോലെയല്ല. ഉഹദിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ഭാഗത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന ചില ചാലുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളം പോകുന്ന ചില സ്ട്രീമുകൾ. ഇപ്പൊ ഇത് ഡ്രൈ ആണ്. പക്ഷെ അന്ന് മദീനയിൽ അതിലൊക്കെ നേരിയ വെള്ളമുണ്ടായിരുന്നു. ഈത്തപ്പന തോട്ടത്തിലൂടെയൊക്കെ വെള്ളങ്ങൾ കടന്നു പോകുന്ന വെള്ളത്തിന്റെ ചാലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മദീനയിൽ കുളം ഉണ്ടായിരുന്നു. കുളം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കിണറല്ലല്ലോ, ഭൂമിക്ക് മുകളിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ കേരളമൊക്കെ അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമുള്ള നാടാണ്. നമ്മൾ മണ്ണ് കുഴിച്ചാൽ വെള്ളം കിട്ടുന്നത് ഫിൽട്ടർ പോലും ചെയ്യാതെ ടാങ്കിലേക്ക് അടിച്ച് വെള്ളം കുടിക്കുന്നില്ലേ നമ്മള്? എനിക്കറിയില്ല കേട്ടോ, ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഭൂമിയിൽ നിന്ന് നേരെ വെള്ളം എടുത്ത് കുടിക്കുന്ന സ്ഥലമുള്ളത്. ഇത്ര നല്ല വെള്ളം, ഫിൽട്ടർ പോലും ചെയ്യാത്ത വെള്ളം, ഇത്ര രുചിയുള്ള വെള്ളം കിട്ടുന്ന നാട് എനിക്കറിയില്ല. ഞാൻ യാത്ര പോയ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. വളരെ അപൂർവമാണ്. ഈ ടേസ്റ്റ് കിട്ടൂല. വെള്ളം കിട്ടുന്ന കട്ടിയുള്ള വെള്ളമൊക്കെ ഉണ്ടാവും, ഒന്നും ടേസ്റ്റ് കിട്ടൂല. എന്ത് രുചിയുള്ള വെള്ളമാണ് നമുക്ക് അള്ളാഹു ഇവിടെ തന്നത്. അതിന് മാത്രം അള്ളാഹ്ക്ക് നന്ദി ചെയ്യണമെങ്കിൽ എത്ര നന്ദി പറയേണ്ടി വരും. യാ അല്ലാഹ്. അതുകൊണ്ടായിരിക്കില്ലേ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി ബട്ട് ഡെവിൾസ് ഓൺ പീപ്പിൾ എന്ന് പറയുന്നത്. അല്ലാഹു അലം. അപ്പോ ജനങ്ങളും പടച്ചവൻ ആൾക്കാരനെ ആവട്ടെ. ജനങ്ങൾ മഹാവടക്ക് സ്വഭാവം, നാട് അള്ളാഹിൻ്റെത്, അങ്ങനെ ആവണ്ട. അപ്പോ വലിയ അത്ഭുതമുള്ള നാടാണ് നമ്മുടെ നാട്. അതിന്റെ ഇപ്പം നല്ല ശുദ്ധിയുള്ള വെള്ളമല്ലേ നമ്മുടെ പുഴയിലൂടെ ഒക്കെ ഒഴുകുന്നത്. നല്ല നല്ല ശുദ്ധമുള്ള ഉപ്പുരുചിയില്ലാത്ത വെള്ളം ഒഴുകുക ഭൂമിക്ക് മുകളിലൂടെ. ഭയങ്കര സൗഭാഗ്യമല്ലേ? എത്ര വലിയ നിഅമത്താണെന്ന് ഇതില്ലാത്ത നാടിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കറിയുള്ളൂ. ഹബീബായ നബി തങ്ങൾ കിണറ്റിന്റെ വക്കിൽ ചെന്നിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കിണറ്റിലേക്ക് ഒരൽപ്പം കാല് പൊക്കിയിട്ട് നബി തങ്ങൾ വെള്ളത്തിലേക്ക് കാലിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറാണോ, അതല്ല കൃഷിക്ക് മാത്രം ഉപയോഗിക്കുന്ന നനക്കുന്ന കിണറായിരിക്കുമോ എന്നൊക്കെ പണ്ഡിതന്മാർ പറയും. അതുകൊണ്ടായിരിക്കും തങ്ങൾ അതിൽ കാലിട്ടത്. വെള്ളം നനയാനും കാലിനൊരു ശരീരത്തിന് ഉണർവ് കിട്ടാനും തങ്ങൾ ചെയ്തതായിരിക്കാം. കിണറിന്റെ ഒരു വക്കിൽ നബി തങ്ങൾ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖഫ് എന്ന് പറയുന്നത് കിണറിന്റെ ആ ഒരു ചുറ്റുമതിലിന് അറബിയിൽ പറയുന്ന പേരാണ് ഖഫ്. തങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഈത്തപ്പനയുടെ വടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു വാതിലുണ്ട്. അതിന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ തങ്ങൾ ഒറ്റക്കാണ് അവിടെ. തങ്ങളുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടിയിൽ വെള്ളവും ചെളിയൊക്കെ ഉള്ള ആ ഭാഗം നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് വടി കൊണ്ട് ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നോക്കി നബി തങ്ങൾ ഇരിക്കുകയാണ്. എന്തിനാണ് തങ്ങൾ അവിടെ ചെന്നിരുന്നത്? എന്തിനായിരുന്നു തങ്ങൾ ഒറ്റയ്ക്ക് ഒരു കിണറിന്റെ വക്കത്ത് പോയി നിന്നത് ഒന്നും നമുക്കറിയില്ല. തങ്ങൾ അത് ഇഷ്ടപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വെള്ളം ഇഷ്ടമായിരുന്നു, വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. മദീനയിൽ ഒരു കുളമുണ്ടായിരുന്നുവെന്നും ആ കുളത്തിൽ നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും നീന്തിയിട്ടുണ്ട് എന്ന ഹദീസിലുണ്ട്. നബി തങ്ങൾ അവിടെ കുളത്തിൽ കുട്ടികളെ കുളിക്കുമ്പോൾ ഒരു നീന്തൽ മത്സരമൊക്കെ നടത്തൂലേ? ഞാനിവിടെ വരുമ്പോ നമ്മുടെ സിയാദ്ക്കാട് ചോദിക്കുന്ന, ഈ കനാലിലൊക്കെ ഇഷ്ടം പോലെ വെള്ളല്ലേ, ഇതിനൊരു തടയൊന്നും ഇല്ലാണ്ടിരുന്നാൽ കുട്ടികളാണെങ്കിലും വീഴൂലേ? പറഞ്ഞു ഉസ്താദേ, പാനിപ്പുറയിലെ കുട്ടികളൊക്കെ നല്ല നീന്തറിയുന്ന മക്കളാണ്. ഓക്കെ, മതി നമുക്ക് കുഴപ്പമില്ല. നീന്തൻ പഠിക്കണം, നീന്താൻ അറിയണം. അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞതിലുണ്ട്. തിലാവത്തുൽ ഖുർആൻ, ഹുബ്ബ നബിയിക്കും ഹുബ്ബ അഹ്ലി ബൈതിഹി വ തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ ഓതാനും നബിതങ്ങളുടെ കുടുംബമായ തങ്ങന്മാരെ സയ്യിദന്മാരെ സ്നേഹിക്കാനും നബിതങ്ങളെ സ്നേഹിക്കാനും മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നബിതങ്ങൾ പറഞ്ഞ കാര്യമാണ് അല്ലിമുഹുമുർ റിമായ വൽ ഫുറൂസിയ്യത വസ്സിബാഹ. ഹോഴ്സ് റൈഡിംഗ് മക്കളെ പഠിപ്പിക്കണം, ആർച്ചറി മക്കളെ പഠിപ്പിക്കണം. പിന്നെ പറഞ്ഞു അസ്സിബാഹ, നീന്താനും പഠിപ്പിക്കണം. ഇത് പറയുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ മക്കയിലില്ല, മദീനയിലില്ല. എവിടെയൊക്കെ സാധ്യമാകുമോ നിങ്ങളത് പഠിപ്പിക്കണം മക്കൾക്ക്. നോക്കണം, എത്ര വലിയൊരു ലൈഫ് സ്കില്ലാണ് നീന്തുക എന്ന് പറഞ്ഞത്, അല്ലേ? നീന്താൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. ഉറപ്പന്നല്ലേ? അൽഹംദുലില്ലാഹ്. ഒരാള് മുങ്ങിപ്പോയ രക്ഷപ്പെടുത്താനുള്ള കഴിവുണ്ട്, സ്വന്തം നീന്തി രക്ഷപ്പെടും, അതൊന്ന് വേറെയാണ്. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയും, അങ്ങനത്തെ ഒന്ന് കൈപൊക്കിയാട്ടെ. അവർക്ക് ഗവൺമെന്റിന് ആവശ്യം ഉണ്ടാവേ, ഒരു പ്രളയമോ ഒരു ആവശ്യമോ വരുമ്പോ മാഷാ അല്ലാഹ്
നീന്താൻ അറിയണം. സ്വിമ്മിംഗ് പൂളിൽ 4 കാലിട്ടടിച്ചുകൊണ്ടൊന്നും നീന്താനില്ല. ശരിക്ക് നല്ല കുളത്തിലും പുഴയിലും കടലിലൊക്കെ നീന്തി തന്നെ പഠിക്കണം. ഞങ്ങൾ ദാറുൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അടുത്ത് കടലുണ്ടി പുഴയുണ്ട്, നീന്തിയിരുന്നു. എൻ്റെ സീനിയർ ക്ലാസ്സിലെ ഒരു സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങി ഏകദേശം തീരുമാനാകാൻ പോകുന്ന നേരത്ത് പിന്നിലേക്ക് ചെന്ന് തള്ളി ആ സുഹൃത്തിനെ കരയിലേക്ക് അടുപ്പിച്ച് രക്ഷപ്പെടുത്തി എന്നൊരു ആത്മവിശ്വാസം, ഒരു ധൈര്യവും ഒരു സന്തോഷവും ഉള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ. എന്ന് വെച്ചാൽ നീന്തൽ അറിയണം, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി എന്ന് ഞാൻ പറയാൻ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 1997-ലോ 96-ലോ ഒക്കെയാണ് സംഭവം നടക്കുന്നത്. ഏതായിരുന്നാലും അറിയണം. നബി തങ്ങൾ സുന്നത്താണെന്ന് പഠിപ്പിച്ചതാണ്. സുന്നത്താണത്, നീന്താൻ അറിയണം. പുണ്യനബി ഞങ്ങൾ നീന്തുമ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളും ഉമർന്നവരൊക്കെയുള്ള ആ ഒരു കിണറ്റിൽ നബിതങ്ങൾ ഒരു കോമ്പറ്റീഷൻ വെച്ചു. അങ്ങനെ കുറച്ചാൾക്കാരെ നബിതങ്ങൾ ഒരു ലൈനിൽ നിർത്തി, മറ്റവരെ അക്കരയിൽ നിർത്തി, ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക്. തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും അവനവന്റെ ഹബീബിലേക്ക് നീന്തിക്കോളൂ എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട അവന്റെ കൂട്ടുകാരനെ വന്ന് തൊടിൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നബിതങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നീന്തിച്ചെന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ കളിയൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളെന്താ സംഭവം പറയും, കുളത്ത് പോയിട്ട് സോപ്പിട്ട് തിരുമ്പും നമ്മളെ ഡ്രസ്സൊക്കെ. ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ സോപ്പിട്ട് അലക്കാനുള്ളതല്ല. ശരിക്കും അവിടെ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുക പോലും ചെയ്യരുതെന്ന്. കുളിക്കാൻ വേറെ പുറത്തേക്ക് കൊണ്ടുപോകും. ആ വെള്ളം അഴുക്കാവില്ലേ, അത് പുറത്തേക്ക് ഒഴുകി പോകുന്നില്ലെങ്കിൽ ആ സോപ്പും നമ്മൾ കഴുകുന്നതിന്റെ അഴുക്കും വൃത്തികേടൊക്കെ അതിൽ പോയിട്ട് തന്നെ മുങ്ങി കുളിച്ചിട്ട് എന്താ കാര്യം? ഒതു കൊടുക്കുന്നിടത്ത് ഹൗദുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പലരും വിചാരിക്കും ഹൗദ് പറഞ്ഞാൽ ചളി കളയാനുള്ള സ്ഥലമാണെന്ന വിചാരം. എന്നിട്ട് കയ്യുമ്പത്തെ കറുപ്പും ചറുവ ചളിയും അതിലേക്ക് ഇങ്ങനെ വീഴുന്നത് കാണാം. എന്നിട്ടാണ് ഒതു കൊടുക്കുകയും ചെയ്യും. അത് പുറത്തേക്ക് മാറ്റിയിട്ടാണ് കഴുകേണ്ടത്. ഇതിപ്പോ കോമൺ സെൻസ് ഉണ്ടായ പോലെ മനസ്സിലാക്കാന്. മൂക്കൊക്കെ കഴുകിയിട്ട് അതൊക്കെ കയ്യൊക്കെ ആക്കിയിട്ടുണ്ട്, അതിലിട്ടിട്ട് കൈ കഴുകുന്നത്. എന്ത് വൃത്തികേടാണ് അതൊക്കെ. ഒതു എടുക്കാൻ വെച്ചത് ശുദ്ധിയുള്ള വെള്ളമാണ്. അത് ഞാൻ മുതനജ്ജിസായിക്കൊള്ളുന്നില്ല, എന്നാലും ഒരു വൃത്തി എന്ന് പറഞ്ഞ സംഭവമല്ലേ. നമുക്ക് കഴുകാനുള്ള അഴുക്കൊക്കെ പുറത്തേക്ക് വെള്ളമെടുത്ത് കഴുകിയിട്ട് കൈ വൃത്തി. ഇപ്പൊ ഹോട്ടലുകൾ ഉണ്ടായിരിക്കാം, എവിടെയെങ്കിലും വല്ല റിസോർട്ടുകൾ ഉണ്ടായിരിക്കാം. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ പോലും നല്ല ശുദ്ധിയുള്ള വെള്ളത്തിൽ പോയി വിയർപ്പ് ശരിക്കും വൃത്തിയായി കളഞ്ഞതിന് ശേഷമേ സ്വിമ്മിംഗ് പൂളിൽ വന്ന് കുളിക്കാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ കുളത്തിൽ മൂത്രൊഴിക്കുന്ന മഹാന്മാരും മഹതികളൊക്കെ ഉണ്ട്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ്. നമ്മൾ അത് പറയുന്നത് അത് ചെയ്യരുത്. ആരും കാണുന്നില്ല, ചിലപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് വന്നേക്കാം. വൃത്തികേടല്ലേ അത്. മനുഷ്യന്റെ വിസർജ്യം ആ വെള്ളത്തിലിട്ട് ഇത് പോയിട്ട് കുട്ടികളെ വായിലിട്ടിട്ട് ഊതുന്നു, അത് ചിലർ അറിയാതെ കുടിക്കുന്നു. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് അല്ലാഹുവേ അറിയുള്ളൂ. ഇത് നബിതങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? നബിതങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ്. അവിടെ നിന്ന് വൃത്തി അത്ഹൂറു ശത്രുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച നബിയാണ് നമ്മുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ എന്തല്ല, ചളി പോയിട്ട് കഴുകാനുള്ള സ്ഥലം, സോപ്പിട്ട് കഴുകാനുള്ള സ്ഥലമല്ല അത്. വെള്ളത്തിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് വി ക്യാൻ ഡു. വെള്ളത്തിലുള്ള സ്വിമ്മിംഗ് ആണ്. അപ്പൊ അത് വൃത്തിയിലാവണം. ദേഹത്ത് വിയർപ്പ് പോലും ഉണ്ടാവരുത് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുമ്പോൾ. അതിലിട്ട് സോപ്പിട്ട് കഴുകാനും പാടില്ല, പുറത്തു വന്നിട്ടാ കഴുകേണ്ടത്. എന്നതുപോലെ നമ്മുടെ ഹൗലിൻ കരകളൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കണം. അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പുണ്യനിബിധങ്ങളും അവിടുത്തെ അസ്ഹാബുകളും നീന്തൽ മത്സരങ്ങൾ നടത്തി എന്ന് പറയുന്നത് എത്ര കൗതുകമാണ്. ഇതൊക്കെ അപൂർവമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. മദീനയിൽ അങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നു. അവിടെ പോയി നിബിധങ്ങൾ കുളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം അരീസ് കിണറിൻ്റെതാണ്. ആ കിണറിന്റെ അരികത്ത് നിബിധങ്ങൾ കാലിട്ട് ആ വെള്ളത്തിലേക്ക് കാലും തൂക്കി പിടിച്ചിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം ഞാൻ നോക്കുന്നുണ്ട്, 25 മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ പറഞ്ഞ സമയമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 11:40 എന്നല്ലേ പറഞ്ഞത്. ഓൺ ടൈം നമ്മൾ TT ആണ്, ടൈം ടു ടൈം. അപ്പോ ടൈം ടു ടൈം അല്ല, ടൈം ടു ടൈം. ഇൻഷാ അല്ലാഹ് സമയത്ത് തുടങ്ങി സമയത്ത് അവസാനിപ്പിക്കും. പേടിക്കാൻ വടികൊണ്ട് വെള്ളത്തിൽ കുത്തിന്ന് ഇപ്പൊ ഞങ്ങൾ എന്തൊക്കെയോ വരക്കുന്നു. ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അതിലേക്ക് നോക്കി നിന്ന് തങ്ങൾ എന്തോ ചിന്തിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അങ്ങോട്ട് ചെന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വുദൂഅെടുത്ത് വൃത്തിയായി വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഫഖുംതു ഇലൈഹി, ഞാൻ നോക്കുമ്പോ ആരും ഹബീബിന്റെ കൂടെ അല്ല. ഒരു തോട്ടത്തിനുള്ളിൽ നബി ഞങ്ങൾ ഒറ്റയ്ക്കാണ്. എന്റെ മനസ്സിലുള്ള നിയ്യത്ത് നോക്കണേ, ഇന്ന് റസൂലുള്ളാഹിന്റെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കൂടെ നിൽക്കും. നമ്മുടെ പള്ളിയിലെ ഉസ്താദിന്റെ കൂടെ, അല്ലെങ്കിൽ ഖതീബിന്റെ കൂടെ, നമ്മുടെ ഒരു നേതാവിന്റെ കൂടെ ഇന്ന് ഫുൾ ഡേ അവർക്കുള്ള ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ ഇന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ഒരു മധുരം എത്രയാണ്. പുണ്യ നബി ഞങ്ങളുടെ അരികത്തേക്ക് എത്തി. മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു
നബി ഞങ്ങൾ പറഞ്ഞു, അബൂ മൂസ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ഗേറ്റ് നിങ്ങളൊന്ന് നോക്കണേ, നിങ്ങൾ അവിടെ ഇരുന്നോളൂ. ആര് വന്ന് വാതിൽ തുറക്കാൻ ചോദിച്ചാലും എന്നോട് പറഞ്ഞിട്ട് തുറന്നു കൊടുത്താൽ മതി കേട്ടോ. എനിക്കൊരൽപ്പം സോളിറ്റ്യൂഡ്, ലോൺലിനെസ്, ഒറ്റയ്ക്കിരിക്കണം. നബി ഞങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നിരിക്കാം. ഞാനിവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് അബൂ മൂസ ഗേറ്റ് നിങ്ങൾ നോക്കണമേ, എന്റെ ഗേറ്റ് കീപ്പറാണ് ഇന്ന് നിങ്ങൾ. അബൂ മൂസ അശ്അരി തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ തന്നെ കുൻതു ബവ്വാബൻ ലിറസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്ത ദിവസം എന്നാണ് മഹാൻ തന്നെ പറയുന്നത്. നബി ഞങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം നബി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. തങ്ങൾക്ക് അങ്ങനെ ഗാർഡിയൻസോ അങ്ങനെ ഖാദിമീങ്ങളോ ഒന്നുമില്ല. ഇന്ന് രാവിലെ പുലർച്ചെ ബഹുമാനപ്പെട്ട ജഫരി മുത്തുക്കോയ തങ്ങൾ അവറുകൾ, സയ്യിദുൽ ഉലമ, നമ്മുടെ സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയുടെ അഭ്യുന്നരായ പ്രസിഡന്റ്, തങ്ങളുടെ കൂടെ ഞാൻ മസ്കത്ത് എയർപോർട്ടിലാണ്. അപ്പോൾ തങ്ങളുടെ ബാഗും തങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പിന്നെ എമിഗ്രേഷനിലേക്ക് കൊണ്ടുപോയി തങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള ഗേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് ചെറിയൊരു ഖിദ്മത്ത്. അപ്പോൾ തങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ബാഗ് വാങ്ങിച്ചു, തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങി. എനിക്ക് കൈ ചെറിയ പൊട്ടുള്ളതുകൊണ്ട് ഈ കയ്യിൽ വെയിറ്റ് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തങ്ങൾ എൻ്റെ ഒരു കയ്യിലുള്ളത് തങ്ങൾ പിടിച്ചു വാങ്ങുന്നു, തങ്ങളുടെ കയ്യിലുള്ള ബാഗ് ഞാനും പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവസാനം തങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ തങ്ങളെ ദയവ് ചെയ്ത് തങ്ങൾ എൻ്റെത് പിടിക്കൽ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, മോനെ നിങ്ങൾക്കറിയോ, ഒരു ഖാദിമ കൂടെ ഉണ്ടായാൽ നമുക്ക് അഹങ്കാരം വരും. ഒരാൾ നമുക്ക് ഖിദ്മത്തിലുണ്ടായാൽ അതൊരു വലിയ ഫിത്നയാണ്. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് മാത്രമൊക്കെ എനിക്ക് ഖിദ്മത്ത് ചെയ്യപ്പെടാൻ മാത്രം ഞാനൊരു വലിയ മുതിർന്ന ആളാണെന്ന് എനിക്ക് തോന്നൽ വരൂലേ? അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യലാണ് എനിക്കിഷ്ടം. ഒരു ഖാദിമുണ്ടാകുമ്പോൾ നമുക്ക് കിബർ വന്നു പോകുമോ എന്ന് പേടിക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ രണ്ട് ഫ്ലൈറ്റിനായതിൻ്റെ പേരിൽ പിന്നെ അങ്ങനെ അങ്ങ് പോയി. പക്ഷേ മഹാനവറുകൾ ചിന്തിച്ചൊരു ചിന്ത നോക്കണം. ഒരു ഖാദിമോ മറ്റോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കൂടെ കുറെ ഖാദിമീങ്ങൾ ഇങ്ങനെ പിന്നാലെ കൂടിയപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? ഞങ്ങൾ നിങ്ങളെ കൂടെ വന്നതാണ്. പറഞ്ഞു, നിങ്ങളുടെ കൂടെ വരുമ്പോ നിങ്ങൾക്ക് ഇതൊരു നിന്ദ്യതയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫിത്നയാണ്, എനിക്കിതൊരു പരീക്ഷണമാണ് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത്. എൻ്റെ ഖൽബിലേക്ക് എന്തെങ്കിലും ഒരു തോന്നൽ വന്നാൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടവനായി മാറൂലേ? അതുകൊണ്ട് നിങ്ങളാണെങ്കിലോ നിങ്ങൾ നിന്ദ്യരാവണ്ട, നിങ്ങൾക്ക് ഇസ്സത്തില്ലേ, നിങ്ങൾ ഖാദിമീങ്ങളായി പോരേണ്ട ആൾക്കാരല്ല, നിങ്ങൾ ഒറ്റക്ക് അവനവന്റെ കാര്യത്തിന് നടക്കിൻ എന്ന് പറഞ്ഞ് മഹാനവറുകൾ അവരെ മാറ്റിവിട്ടു എന്ന് ഹദീസിൽ കാണാൻ കഴിയും, അഥറുകളിൽ കാണാൻ കഴിയും. ബവ്വാബൽ റസൂലുള്ളാഹി, അല്ലാഹു ഹബീബായ നബി ഞങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഒന്നും ഉണ്ടായിട്ടില്ല നബി ഞങ്ങളുടെ വീടിന് പോലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരു പെണ്ണ്, ഒരു ഉമ്മ ഒരു ഖബറിന്റെ അടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ തേങ്ങി കരയുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി, ആ ഉമ്മയുടെ പ്രിയപ്പെട്ട ആരോ മരിച്ചു പോയിട്ടുണ്ട്, ആ ഉമ്മയുടെ വേണ്ടപ്പെട്ട ആരോ ഒരാളിന്റെ ഖബറാണത്. ഉമ്മ അങ്ങനെ കരയാണ്. ഒരു പുതിയ ഖബർ അവിടെ കണ്ടു. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു, യാ ഉമ്മ ഇസ്ബിരി ഇസ്ബിരി, ഉമ്മ നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ ക്ഷമിക്കണേ. പക്ഷെ ഉമ്മക്ക് മനസ്സിലായില്ല ആരായി പറയുന്നത്. ഉമ്മ പറഞ്ഞു, ഇലൈക അന്നി, നിങ്ങളൊന്ന് പോകുമോ? ഫഇന്നക ലം തുസിബ് മുസീബതി, എനിക്ക് സംഭവിച്ച മുസീബത്ത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നോട് ക്ഷമിക്കാൻ പറയുന്നത്, നിങ്ങളൊന്ന് പോകോ എന്ന് പറഞ്ഞ പോലെ ആ പെണ്ണ് പറഞ്ഞു. ഞങ്ങളൊന്നും പറയാതെ പോന്നു കേട്ടോ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഏ ഉമ്മ, ആരാണാ പറഞ്ഞത്? നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇല്ല, ഇന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് നിങ്ങളോടാ വന്ന് പറഞ്ഞത്, പരിശുദ്ധ പ്രവാചകരോടാണ് നിങ്ങളാ പറഞ്ഞതെന്ന് മാറി നിൽക്കിനെന്ന്. ഉമ്മ പറയാണ്, എനിക്ക് ഇടിമിന്നലേറ്റതുപോലെ തോന്നുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഹബീബിനോട് ചെന്ന് മാപ്പ് പറയണം. അങ്ങനെ ആ ഉമ്മ ഹബീബിന്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ച, ആ ഒരു അനുഭവം ഹദീസിൽ വായിക്കാൻ കഴിയും. ഉമ്മ പറയാണ്, ഫജിഅ്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബിന്റെ അരികത്തേക്ക് വന്നു. എന്നിട്ട് ഹബീബിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ് എന്നോട് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അങ്ങാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്, അതുകൊണ്ട് എനിക്ക് മാപ്പാക്കി തരേണമേ എന്ന് നബിയോട് പറയാൻ ആ ഉമ്മ വന്നു. ഫമാ വജദ്തു ഇൻദഹു ബവ്വാബീൻ,
ആ പ്രവാചകന്റെ അടുത്ത് ഗേറ്റ് കീപ്പർമാരെയോ സെക്യൂരിറ്റി സ്റ്റാഫിനെയോ ഞാൻ കണ്ടില്ല എന്ന് ആ ഉമ്മ പറയുന്നത് ഹദീസിലുണ്ട്. ഞാൻ നോക്കുമ്പോൾ നബി തങ്ങൾ അവിടെ ഒറ്റക്കാണ്. എത്രയോ ആളുകൾ ഹബീബിനെ കാണാൻ വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ അരികത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പേടിച്ച് വിറക്കുമ്പോൾ എന്നോട് നബി തങ്ങൾ പറയുന്നുണ്ട്, ഹൗവിനി അലൈകി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയി പോയത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആൻഷ്യസ് ആയത്? എന്തിനായി പേടിയും വെപ്രാളവും ഒക്കെ? ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്. ഫ്രഷ് മാംസം വാങ്ങിക്കാൻ കഴിയില്ലാത്തതിന്റെ പേരിൽ ഉണക്ക മാംസങ്ങൾ തിന്നിരുന്ന, പണ്ടെന്നോ കിട്ടിയ ഇറച്ചി സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ വെച്ച് ഉണക്കി ഉണ്ടാക്കുന്ന, പാവങ്ങൾ കഴിക്കുന്ന ഉണക്ക ഇറച്ചി കഴിച്ചിരുന്ന ഒരു ഉമ്മ, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ മോനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മുമ്പിൽ എന്തിനാ പേടിച്ച് വിറക്കുന്നത്? നബി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ക്ഷമിക്കണം കേട്ടോ, വേണ്ടപ്പെട്ടവർ മരിച്ചു പോകും. ശരി തന്നെയാണ്. ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ. ക്ഷമയെന്ന് പറയുന്നത് ഒരു പ്രയാസമോ പ്രതിസന്ധിയോ സംഭവിക്കുന്ന ആദ്യ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്ഷമ. ഒരു മരണം ഉണ്ടായി, പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കും. ചില ആളുകൾ വിങ്ങിപ്പൊട്ടും, ചിലർ ബോധം കെട്ട് വീഴും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ചിലർക്ക് ഭ്രാന്താവും, ബോധം നഷ്ടപ്പെടും. പിന്നെ 2-3 മാസം കഴിഞ്ഞ ആള് നോർമലാവും, പിന്നെ ക്ഷമിക്കും. അതല്ല ക്ഷമ. ക്ഷമയെന്ന് പറയുന്നത് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ ആദ്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയാണ് യഥാർത്ഥ ക്ഷമ. ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ എന്ന് ആ ഉമ്മയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഹദീസും ഈ ഹദീസും തമ്മിൽ എന്തല്ല അഭിപ്രായ വ്യത്യാസം വരുന്ന, അവിടെ കോൺട്രഡിക്ഷൻ ഇല്ല. നബി തങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾ ഇവിടെ അബൂ മൂസ അശ്അരി തങ്ങളെ ഗേറ്റ് കീപ്പർ ആക്കിയില്ലേ എന്ന് ചോദിക്കേണ്ട. ഇത് ടെമ്പററി, താൽക്കാലികമായ ഒരു വിഷയമാണ്. ഏതോ ഒരു തോട്ടം തങ്ങളിവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെ ഇതിലൊരു മനപ്പൊരുത്തം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. തങ്ങൾ ഉള്ളിടത്തേക്ക് അബൂ മൂസ അശ്അരി തങ്ങൾ എത്തുകയാണ്. ഇനി വരുന്ന ആളുകളുടെ ആരൊക്കെയാ വന്നതെന്നും കൂടെ ആലോചിക്കുക. അബൂ മൂസ തങ്ങൾ പറയുന്നു, ഞാൻ ഹബീബിന് വേണ്ടി ഗേറ്റ് കീപ്പറായിട്ടെന്ന് ജോലി ചെയ്തു. എന്റെ സഹോദരനുണ്ട്, എന്റെ സഹോദരൻ അബൂ ബുർദ, ആമിർ എന്നാണ് അവരുടെ പേര് റളിയല്ലാഹു അൻഹു. ആമിർ ഒതുകൊടുക്കാൻ വേണ്ടി നേരം വൈകിയപ്പോ ഞാനങ്ങ് ഒറ്റയ്ക്ക് പോന്നതാണ്. ആമിറിനെയും കൈപിടിച്ചു പോരണം, ഹബീബിന്റെ അരികത്തേക്ക് വന്ന് ഹബീബിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ സഹോദരനെ ഒതുകൊടുക്കാൻ വേണ്ടി എവിടേക്കോ പോയി നേരം വൈകി. സഹോദരനെ കാത്തിരിക്കാൻ നേരമില്ലാതെ ബഹുമാനപ്പെട്ടവരിന് വന്നിരിക്കാം. അബൂ മൂസ അശ്അരി തങ്ങൾ പറയാ, എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചവനെ, എന്റെ അനുജനിൽ വല്ല ഖൈറുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് എത്തും. അങ്ങനെ വിളിച്ചു പറയാനൊന്നും വയ്യല്ലോ, ഇവിടെ ഉള്ളത് എന്ത് പറയാനാ, ഒരു ഫോണില്ലാത്ത കാലല്ലേ. ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് കൊതിച്ചു, ലൗ യഅലമില്ലാഹു ഫീ ഫുലാനിൻ ഖൈറാ ഇൻ യുരിദില്ലാഹു ബിഫുലാനിൻ ഖൈറാ, യഅ്തിബിക്കാൻ പറ്റുന്ന ഈ ഒരു അനുഭവം എനിക്ക് കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് എന്റെ അനുജനെന്ന് വന്നെങ്കിൽ എന്റെ അനുജനും ഹബീബിനെ പരിചയപ്പെടാമായിരുന്നുവല്ലോ. അനുജനോടും ജ്യേഷ്ഠനോടും സ്നേഹം, അണമുറിയാത്ത സ്നേഹം വേണം. അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഇങ്ങനെ പണങ്ങാനും പരസ്പരം കുത്തിക്കൊല്ലാനും നിന്നാൽ എന്താ പിന്നെ ലോകത്തിന്റെ അവസ്ഥ?